ധാസ്ലു ഒരു ശാസ്ത്രം മ്യൂസിയം നിർമ്മിക്കുകയാണ്. ധാസ്ലുയുടെ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമായി മാറി. അവൻ തന്റെ അദ്വിതീയമായ രീതിയിൽ ഒരു ശാസ്ത്രം മ്യൂസിയം നിർമ്മിക്കുകയാണ്. ആകാശത്തിൽ ഉന്തിപ്പിടിച്ച താരകളിൽ നിന്നും ഒഴുകുന്ന ഭൗതിക ശാസ്ത്രം വരെ അവനൊരു അതിശയകരമായ മായാജാലം സൃഷ്ടിക്കുന്നു. ഇവിടെ യുവമനസ്സുകൾ വളരുന്നു. പാലു സൂക്ഷ്മമായിട്ട് ആളുകൾ രൂപകൽപ്പന ചെയ്യുന്നു. പദ്ധതികൾ എല്ലായിടത്തും പ്രകാശിക്കുന്നു. അവനൊരു വലിയ പ്ലാനറ്റേറിയം ഗംഭതം നിർമ്മിക്കുകയാണ്. താരങ്ങൾ ഒറ്റയ്ക്കു മൃദുവായി വെട്ടിപ്പൊളിഞ്ഞു പോകുന്നു. ശേഷം ഫിസിക്സ് സ്റ്റേഷനുകൾ ഉയരാൻ തുടങ്ങുന്നു. മുതലായ തിരിയുന്ന ചലനങ്ങൾ ജീവിക്കുന്നു. കൂടി വരൂ, അത്ഭുതങ്ങൾ തുടങ്ങുന്നു. ശാസ്ത്രം ഓരോ ഭാഗത്തും പടരുന്നു. കോസ്മിക് ആകാശത്തിൽ നിന്നും കളിക്കുന്ന ഗിയർ വരെ ധാസ്ലു പചനത്തിൻ വഴിയൊരുക്കുന്നു. പാലു ഒരു പരീക്ഷണ മേഖല നിർമ്മിക്കുകയാണ്. അതിൽ ക്യൂരിയസ് കൈകൾ സ്വതന്ത്രമായ അന്വേഷണങ്ങൾ നടത്തുന്നു. ചുവപ്പുകളെ കൂട്ടി പടർന്നു കിരണങ്ങളായി പ്രതികരണങ്ങൾ കാണുന്നു. ബബിളുകളും പൊട്ടലുകളും ഒരു മൃദുവായി പ്രകടനത്തിൽ. ശേഷം സാങ്കേതിക പ്രദർശനങ്ങൾ കൺകാണാനാകുന്നു. റോബോട്ടുകൾ കണ്ണുകൾ തരിയുന്നു. സർക്യൂട്ട് പ്രവർത്തിക്കുമ്പോൾ കോർസോത്തിക്കോൺ പ്രതിഭവത്തിലെത്തുന്നു. ശാസ്ത്രം മുഴുവൻ ഇരുട്ടിനെ പൊട്ടിക്കുന്നുണ്ട്. റോബോട്ടുകൾ, ഇടിലുകൾ, കിരണങ്ങളുടെ പ്രവാഹം. ധാസ്ലു ചിരപരിചിതമായ സ്വപ്നങ്ങളെ ആവശ്യമാക്കുന്നു. പാലു ഭൂമിയുടെ ഭാഗം പ്രകാശിപ്പിക്കുന്നു. ജ്വാലാമുഖി മോണ്ടലുകൾ പൊട്ടാൻ തയ്യാറാണ്.